വെക്കാൻ പോവുകയാണേ. മീൻകറി വെക്കാൻ പോണതാണ് ഇപ്പൊ ഞാൻ ചെയ്യണ പണി. കാരണം എന്റെ മോള് ചോറെല്ലാം വെച്ച് കപ്പയ്ക്കുള്ളത് അടപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേവ് കൂടുതലുള്ളതുകൊണ്ട് പുള്ളിക്കാരത്തി പകുതിയിലാക്കിയിട്ട് അപ്പൊ എന്തേ എന്തില്ല കേട്ടാ, പറ്റിച്ച് എന്തില്ല. അപ്പൊ നമുക്ക് കിട്ടിയ മീനെന്ന് വെച്ചാ മറ്റേ ഉണ്ണിമേരി നവരെന്ന് പറയണ മീനാണ്. മീനൊന്നും ഇല്ല, നമ്മളിപ്പം ഇവിടെ ഇല്ലായിരുന്നു കേട്ടാ. ഞങ്ങളൊന്ന് പുറത്തു വരെ പോയതാണ്, വേറെ ഒന്നും അല്ല. ഈ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പൊ കുറേ ദിവസം കൊണ്ട് തുടങ്ങിയതാണ് നല്ല ബുദ്ധിമുട്ട്. അപ്പൊ ഇന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ വൈകിട്ട് പോയതാണ്. ഇന്നലെ വൈകിട്ട് പോയി ഡോക്ടറെ കണ്ട്. അപ്പൊ ഡോക്ടർ കുറെ ടെസ്റ്റിനൊക്കെ എഴുതി തന്നു. അങ്ങനെ ഇന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു. കൊടുത്തിട്ട് വീട്ടിൽ വന്നു. പുളിയൊക്കെ എടുത്ത് വെള്ളത്തിയിട്ട് മിക്സി ഒന്ന് അടിക്കട്ടെ കേട്ടോ. ഞാൻ ഇന്ന് മൈക്കൊന്നും ഓഫ് ചെയ്തില്ല, അങ്ങ് വിട്ട്. അപ്പം ഇന്നത്തെ എന്ന് വെച്ചാ, അപ്പൊ രാവിലെ ഞാനും മക്കളും കൂടി ലാബിൽ പോയിരുന്നു. ലാബിൽ പോയി ബ്ലഡ് കൊടുത്തു. സാധാരണ ബ്ലഡ് കൊടുക്കുമ്പോൾ ചേച്ചിക്ക് ഇത്ര ടെൻഷൻ, ലാബിലെ ചേച്ചിക്ക് ഇത്ര ടെൻഷൻ ഇല്ല. കാരണം എന്താ പറയാ, എന്നോട് നല്ല സ്നേഹം. നമ്മൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതായ സമയം തൊട്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ മോളെ ഗർഭിണിയായ സമയം തൊട്ട് ഞങ്ങൾക്ക് ആ ചേച്ചി ഭയങ്കര വിശ്വാസമാണ്. കാരണം എൻ്റെ ഇളയ മോളെ ഞാൻ അമ്പലപ്പുഴ വെച്ച് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് അമ്പലപ്പുഴ അണ്ണന്റെ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി. എന്നെ കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി. എനിക്ക് എന്തോ ബുദ്ധിമുട്ടെന്ന് എഴുതിയിട്ട് അവിടെ ഉള്ളവർ പറഞ്ഞ് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, വിളി ഗർഭിണി, ചിലപ്പോൾ ഗർഭിണിയാണോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റത്തില്ല, ഒന്നും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പോയി, രണ്ടാമത്തെ കൊച്ചല്ലേ, പോയി. അപ്പൊ ഈ സമയത്ത് ഞാനത് അമ്പലത്തിൽ പോണം, അതൊരു കഥയാണേ. പിന്നെ ഇതിപ്പം വയ്യ, ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ കാര്യം പറയും, ഒരു കഥയാണ്. ഇതുപോലെ അന്ന് മൂത്ത മോക്ക് ഒരു 3 വയസ്സ് എന്തര ആവത്തേ ഉള്ളൂ. 3 വയസ്സ്, 2.25 കഴിഞ്ഞ് 3 വയസ്സ് കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് ആ കുഞ്ഞായപ്പോഴത്തേക്ക് ഞാൻ പീരീഡ്സ് ഒന്നും ആവത്തില്ലായിരുന്നു. അപ്പം ഇടയ്ക്ക് വെച്ച് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഈന്തപ്പഴം, പപ്പായ അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. ആവാൻ വേണ്ടിയിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം, അതുകൊണ്ട് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈന്തപ്പഴം, പപ്പായ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഈന്തപ്പഴം കഴിച്ചു. ഈന്തപ്പഴം വെച്ചാൽ 2-3 പാക്കറ്റ് കഴിച്ചു. അതുപോലെ പപ്പായ പഴുത്തതും വിളഞ്ഞതുമായിട്ട് ഇഷ്ടം പോലെ കഴിച്ചു ഞാൻ കേട്ടോ. ഒന്ന് മനസ്സിലാക്കണം. അന്നേരം കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ, അത് കഴിക്കാൻ കാരണം ലാബിൽ പോയി എനിക്ക് നല്ല ക്ഷീണം, നല്ല എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ക്ഷീണം അങ്ങനെയല്ല, അന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം ഉള്ളത് കാരണം ഇവരെല്ലാം കൂടെ കൊണ്ടുപോയതാണ്. കൊണ്ടുപോയപ്പോഴേ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗർഭിണിയൊന്നുമല്ല, ഒരു കുഴപ്പമില്ല ഇല്ലെന്ന ലാബിൽ ബ്ലഡ് നോക്കിയിട്ട് ലാബിൽ നിന്ന് പറഞ്ഞ റിസൾട്ടാണ്. അന്നേരം അത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ആവാത്തോണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇനി അമ്പലത്തിൽ പോകണമല്ലോ, അപ്പം പീരീഡ്സ് ആവട്ടെ എന്നും കരുതിയിട്ടാണ് ഞാൻ ഇത് കഴിച്ചത്. കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പീരീഡ്സ് ഒന്നും ആയില്ല. അപ്പോഴെന്നാ ഞാൻ ഇവിടെ പോയി അമ്പലത്തിൽ പോയി, മണ്ണാറശാല, ഓച്ചിറ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പം പോയപ്പോഴത്തേക്ക് ഓച്ചിറ പോണ വഴിക്ക്, ഓച്ചിറയല്ല മണ്ണാറശാല, അവിടെ ഏതോ ഒരു റൂട്ട് വഴിയൊക്കെയാണ് അന്നേരം ബസ് പോയത്. പോയ വഴിക്ക് കൂട്ടുകാരെ, ബസ്സിന്റെ ഏറ്റവും ബാക്കിൽ ഇരുന്നൊരു കട്ടറിലിരുന്ന് ബസ് പൊങ്ങി ഞാൻ ഏറ്റവും മണ്ടയ്ക്ക് പോയിട്ട് താഴെ വന്ന് ഇടിച്ചിരിക്കുമായിരുന്നു. നന്നായിട്ട് ഇടിച്ചിരുന്നിട്ട് എനിക്ക് ഗർഭമില്ല, ഒന്നുമില്ലല്ലോ. അവര് പറഞ്ഞല്ലോ എനിക്ക് ഒരു വിശേഷവും ഇല്ലെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് തിരികെയൊക്കെ ചെയ്തു. അപ്പം കണ്ടക്ടർ ഇത് കണ്ടിട്ട് എന്നെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. കാരണം മൂടിടിച്ചാണ് ഞാൻ വീണത്, എന്റെ മുഖം നല്ല ക്ഷീണമുണ്ട്. അപ്പം ബസ്സിലെ കണ്ടക്ടർ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. അപ്പം എന്റെ കൂടെ എന്റെ അമ്മായിയമ്മയുണ്ട്, എന്റെ നാത്തൂനുണ്ട്, നാത്തൂന്റെ 2 മക്കളുണ്ട്, എന്റെ അമ്മനുണ്ട്, എന്റെ മൂത്ത മോളുണ്ട്, അങ്ങനെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. മൂത്ത ആൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, കൊച്ചല്ലേ, അവള് കൊച്ചല്ലേ. ഞാൻ അവളെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. ചേച്ചിയുടെ മോനൊക്കെ എന്റെ അടുത്തുണ്ട്. അങ്ങനെ ഇരുന്നു. അമ്പലത്തിലെല്ലാം പോയി കണ്ട്
എല്ലാം കഴിഞ്ഞ് തൊഴുതിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒട്ടും വയ്യ, ഞാൻ അങ്ങ് ക്ഷീണം കൊണ്ട് നിൽക്കാൻ വയ്യ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ അവിടുത്തെ ഫുഡ് അങ്ങനെ ഇങ്ങനെ കഴിക്കത്തില്ല. അമ്മച്ചിയൊക്കെ മുളക് കറിയാണ് വയ്ക്കണം. അവിടുത്തെ അങ്ങനത്തെ ഞാനായിട്ട് വെച്ച് കഴിക്കുമ്പോൾ എനിക്ക് പച്ചക്കറിയൊക്കെ കിട്ടും. അവരായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ കഴിക്കൂല. എരിവുള്ള കറികൾ ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ആ ക്ഷീണം വീട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ അനിയത്തി പറഞ്ഞു, അമ്മ ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്, അമ്മ ചേച്ചിക്ക് ഒട്ടും വയ്യ അമ്മ, അവള് എഴുന്നില്ല ഒട്ടും. അപ്പോഴവിടെ പോയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. ഒരാഴ്ച പോലും തികയാതാണ് ഞാൻ അവിടെ പോയി മരുന്ന് എല്ലാം കഴിച്ചിട്ട് ഞാൻ പിന്നീട് അവിടുത്തെ മരുന്ന് കഴിച്ചില്ല, അവിടുത്തെ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോഴും ഞാൻ പറയാം, അവിടുത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഈ എന്റെ വീഡിയോ ആരൊക്കെ കാണാൻ അവിടെയൊക്കെ ഉള്ള ആൾക്കാർ കാണുമെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും. അവിടെ തോട്ടപ്പള്ളി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. തോട്ടപ്പള്ളി അതായത് നമ്മുടെ പുറക്കാട് നിന്ന് വടക്കോട്ട് വരുമ്പോൾ തോട്ടപ്പള്ളി എന്നൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ പോയാണ് ബ്ലഡ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ലാബിലാണ് പറഞ്ഞത് എനിക്ക് വിശേഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഗർഭിണിയൊന്നും അല്ലെന്ന് അവരാ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈന്തപ്പഴവും പപ്പയും എല്ലാം കഴിച്ചത്. അത് കഴിഞ്ഞാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. ഒരാഴ്ചത്തെ വ്യത്യാസമേ ഉള്ളൂ. ആ ഒരാഴ്ചയ്ക്ക് ആകുമ്പോഴത്തേന് ഇതെല്ലാം സംഭവിക്കുന്നത്. പോയിട്ട് നേരെ അമ്പലത്തിൽ പോയിട്ട് അന്ന് അവിടെ തങ്ങി പിറ്റേന്ന് നേരെ ഞാൻ അണ്ണൻ എന്നെ കൊച്ചിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വന്നു. ഞാൻ നമ്മുടെ വീട്ടിൽ നിൽക്കത്തുള്ളൂ. ഇവിടെ വന്ന് അന്ന് രാത്രി നിന്നിട്ട് രാവിലെ എന്റെ അനിയത്തി പറഞ്ഞ്, അമ്മ ചേച്ചിക്ക് ഒട്ടും വയ്യമ്മ, ചേച്ചി ഒന്ന് ആശുപത്രി കൊണ്ടുവന്നത്. അപ്പോഴും അമ്മ എന്നെ ഞങ്ങളിവിടുത്തെ ഞാൻ ഇപ്പം പോണില്ലേ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന്, മൂത്രം ടെസ്റ്റ് ചെയ്യണമെന്ന്. ഈ മൂത്രമെല്ലാം അവിടെ ടെസ്റ്റ് ചെയ്തതാണ്, ഒന്ന് ഓർത്തോണേ. മൂത്രമെല്ലാം ടെസ്റ്റ് ചെയ്യും. മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് ആ ചേച്ചിയുടെ ലാബിലാണ്. ആ ചേച്ചിയുടെ ലാബിൽ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് നമ്മൾ അവിടെയാണ് കൊടുത്തത്. ആദ്യമായിട്ടുള്ള ഒരു അനുഭവം. ആ ചേച്ചിയുടെ ലാബിലാണ് കൊടുത്തത്. ആ ചേച്ചിയുടെ ലാബിൽ ഇത് കൊടുത്തപ്പോഴത്തേക്ക് ചേച്ചി നോക്കിയിട്ട് പറഞ്ഞു 1.5 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഞാൻ 1.5 മാസം എന്റെ വയറ്റിൽ എന്റെ രണ്ടാമത്തെ മോളെ 1.5 മാസം പ്രായമായെന്ന് പറഞ്ഞു. എന്റെ വയറ്റിൽ എന്റെ മോളെ എനിക്ക് സങ്കടം വരും. കാരണം കുഞ്ഞില്ലാന്ന് വിചാരിച്ചിട്ട് പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കഴിച്ചെന്നറിയോ. ഇതിന്റെ ഇടയ്ക്ക് ബസ്സിലിരുന്ന് ഏറ്റവും മണ്ടയ്ക്ക് പൊങ്ങിപ്പോയിട്ട് താഴെ വന്നു. അത്രയ്ക്ക് എനിക്കത് പിന്നെ വിചാരിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര എന്തോ പോലെ. കാരണം ആ ഇടിയിൽ തന്നെ ഞാൻ എന്തെങ്കിലും എനിക്ക് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി മേളിൽ ഇരുന്നുകൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എന്റെ മോളെ കിട്ടിയതേ. എന്റെ പൊന്നുമോൾ എന്റെ അടുത്ത്, ഞാൻ അതാണ് പറയണേ, എപ്പോഴും എന്റെ കൂടെ നടക്കണം. മറ്റുള്ളവളെക്കാട്ടി ഇളവളെ കൊണ്ട് നടക്കുന്നത് അങ്ങനെയാണ്. കാരണം ദൈവം തന്ന കുഞ്ഞാണത്. അപ്പൊ അതുപോലെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ആ ചേച്ചി. ഒരു ഡോക്ടർമാർ പറയും പോലെ ആ ചേച്ചി പറയും. അതുപോലെ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ. കുറേ ദിവസം കൊണ്ട് എനിക്ക് ഒന്നും വയ്യ. എനിക്ക് സ്ഥിരമായിട്ട് ലൈവിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് മുഖത്ത് കണ്ണാടി വയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല വേദനയുണ്ട്. ഈ കണ്ണാടി വെച്ചാലേ ആരെങ്കിലും വന്നാൽ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടിട്ടാണ് ലൈവ് ഇടുന്നില്ല എന്ന് ഞാൻ പറയണത്. ചുമ്മാതല്ല ലൈവ് മാറ്റിയത്. എനിക്ക് മുഖത്ത് കണ്ണട വയ്ക്കാൻ പറ്റത്തില്ല. നല്ല വേദന എനിക്ക് ഇവിടെയൊക്കെ നല്ല വേദനയുണ്ട് എനിക്ക്. അപ്പം ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, പിന്നെ ഡോക്ടർ വേറെ ഒന്നും പറഞ്ഞില്ല. ക്ഷീണം ഉണ്ടോ എല്ലാം ഉണ്ടോന്ന് ഞാൻ എല്ലാം പറഞ്ഞു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. ഫുഡ് കഴിയുമ്പോൾ ഛർദ്ദിക്കില്ല. ഫുഡ് കഴിച്ച ഉടനെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും. ഒരുമാതിരി മനം മറിക്കില്ല, അങ്ങനെയൊക്കെ. അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ. അപ്പം ഏത് ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കൂട്ടുകാരെ. അങ്ങനെ ഡോക്ടറോട് എല്ലാം പറയും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ പഴയതുപോലെ ഒന്നുമല്ല. ഈ ഇടയ്ക്ക് ജോലിക്ക് പോയിട്ടും ജോലി നിർത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. ക്ഷീണം എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനം മറിക്കില്ല. ഓടി വരും, ഞാൻ പഞ്ചസാര എടുത്തങ്ങ് കഴിക്കും. അപ്പൊ അതാണ് എന്റെ മെയിൻ പണി. അപ്പം എനിക്ക് ഇപ്പം വയ്യ. നല്ല ക്ഷീണം ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും എന്നെ നല്ല ക്ഷീണമെന്നുണ്ട്. പക്ഷെ ഇവൾ ബ്ലഡ് എടുത്ത് പരിശോധന നടത്തി. ഇപ്പൊ ആ ചേച്ചി വിളിച്ച് 2:30 മണിയായപ്പോ വിളിച്ചിട്ട് പറഞ്ഞ്, മോളെ നീ പേടിക്കണ്ട, കൊളസ്ട്രോൾ കൂടുതലാണ്, ഷുഗർ കൂടുതലല്ല, പിന്നെ എനിക്ക് മഞ്ഞപ്പിത്തം ഇല്ല, പിന്നെ അവരെന്തോ ഒരു അസുഖത്തിന് എന്തോ ഒരു കാര്യം കൂടുതലെന്ന് പറഞ്ഞു. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് ഇന്ന് വൈകിട്ടിരിക്കുന്ന ഡോക്ടറെ കാണിക്കണ്ട, നാളെ OP കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. എന്റെ മോക്ക് അവളെ പഠിത്തത്തിന് ഒരു മൊമെന്റ് കൊടുക്കുന്നുണ്ട്. അവളെ കൂടെ വേറെ 4-5 കുട്ടികളുണ്ട്. അപ്പൊ അതുപോലും ഞാൻ വാങ്ങിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് വയ്യാത്തോണ്ട് പോകണില്ല. എന്റെ മൂത്ത മോളും അവളെ കൂടെ പോണത്. നമ്മുടെ കൗൺസിലറാണ് അത് കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് വീഡിയോ കാണിച്ചു തരാമായിരുന്നു. എനിക്ക് വയ്യാത്തോണ്ടിട്ട് ഞാൻ അതിനായിട്ട് പോണില്ല കൂട്ടുകാരെ. അപ്പൊ എന്റെ മീൻകറി തിളച്ചു. കാര്യം പറഞ്ഞ സമയം കൊണ്ട് മീൻകറി തിളച്ചു. അപ്പൊ ഇനി ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് എന്താ, ചോറും ഇന്നലത്തെ തീയല്, ഇന്നത്തെ നവരമീൻ കറി. ഞാൻ കഴിക്കത്തില്ലായിരുന്നു കൂട്ടുകാരെ. ഞാൻ കഴിക്കായിരുന്നെന്നറിയോ,
ഇവൻ വിശന്ന് കിടക്കും. അപ്പം ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കൊടുത്താൽ അവൻ കാക്കയ്ക്ക് കൊടുക്കും. അപ്പം ഞാൻ വിചാരിച്ച് അവന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് ചോറൊക്കെ വരവി അവനും കൊടുത്തിട്ട് കഴിക്കാം. അപ്പം ഇതാണ് ഞായറാഴ്ച ഞങ്ങളുടെ എല്ലാം വിശേഷം. ഇതേ കണ്ടോ നിൽക്കുന്നുണ്ട്, അന്ന് ഇതാ നന്നായിട്ട് ഇതുപോലെയൊക്കെ ഇട്ട് വിരവി കൊടുത്താൽ അവൻ കഴിക്കും. അങ്ങനെ കഴിച്ചു. ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ കഴിക്കും. ഞാനും ശാലം കഴിക്കട്ടെ. അപ്പോൾ ഈ ഞായറാഴ്ചത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.